നമസ്കാരം. നമ്മുടെ ഭ്രമയുഗം എന്ന് പറഞ്ഞ പടം ഈ ഫെബ്രുവരി 15 റിലീസാകുകയാണ്. ശനിയാഴ്ച 10 അബുദാബി അൽവാദ മാളിൽ വെച്ച് ഞങ്ങൾ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും വരണം. അപ്പോൾ അവിടെ വെച്ച് കാണാം. ശനിയാഴ്ച 10 അൽവാദ മാൾ, അബുദാബി. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മുടെ ഓരോ ആഴ്ചയും വരുന്ന പ്രോഗ്രാമുകളെക്കുറിച്ച് മുൻകൂട്ടി ചോദിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട് എനിക്ക്. ദിനേശ് ചേട്ടാ, ബുധനാഴ്ച ഏതാ സ്റ്റോറി? അത് വിദേശത്തു നിന്ന്, ഗൾഫിൽ നിന്നൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഞായറാഴ്ച ഏതാ സ്റ്റോറി പറയാൻ പോണേ? ശാന്തുള്ള സ്പീക്കിംഗ് എന്ന് പറഞ്ഞ് ഒരു ആകാംക്ഷ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. അങ്ങനെ എന്നെ വളരെ എനിക്ക് അടുപ്പമുള്ള ഒരാൾ എന്നെ വിളിച്ചു. ഞായറാഴ്ച എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ നടൻ ശ്രീനിവാസൻ്റെ പുതിയ വെളിപ്പെടുത്തലുകളെ കുറിച്ചാണ് ഞായറാഴ്ച ചെയ്യുന്നത്. ശ്രീനിവാസൻ്റെ അച്ഛനെന്ന് പറയുന്നത് പാട്യത്തുള്ള നാട്ടുകാർ മുഴുവൻ ബഹുമാനത്തോടെ കാണുന്ന, രാഷ്ട്രീയം കൊണ്ടല്ല, ബഹുമാനത്തോടെ കാണുന്ന ഒരു നല്ല അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നല്ല കളരി അഭ്യാസിയായിരുന്നു. കറകളഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു. 4 മക്കളാണ്. അതിലൊരു മോൻ തലതിരിഞ്ഞു പോയി. അത് അദ്ദേഹം വളർത്തുദോഷം കൊണ്ടാണോ അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണോ എന്ന് എനിക്കുണ്ട്. എന്തായാലും ഒരു മോൻ വഴിതെറ്റിപ്പോയി. കുട്ടിക്കാലം മുതൽ അയാൾ അച്ഛനെതിരെ നീങ്ങിയ ഒരാളായിരുന്നു. അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് മാത്രം എതിർചേരിയിൽ കുട്ടിക്കാലം മുതൽ പ്രവർത്തിച്ച ആളായിരുന്നു. അച്ഛൻ്റെ കാലിൽ തൊട്ട് തൊഴാൻ ആദ്യമായിട്ട് എന്തോ ചെയ്യാൻ പോകുമ്പോൾ അച്ഛൻ്റെ കാലിൽ തൊട്ട് തൊഴു എന്ന് അമ്മ പറഞ്ഞപ്പോൾ പാടവരമ്പിലൂടെ നടന്നു വരുന്ന കർഷകനായ അച്ഛൻ്റെ കാലിൽ തൊട്ട് തൊഴുന്നതിന് പകരം എന്തോ തറയിൽ വീണതുപോലെ കിടന്ന് തപ്പി. അപ്പോൾ ദൂരെ നിൽക്കുന്ന അമ്മ വിചാരിച്ചു അച്ഛൻ്റെ കാലിൽ തൊട്ട് തൊഴുതാണെന്ന്. അതുപോലെ തന്നെ അച്ഛൻ മൃതപ്രായനായപ്പോൾ ആശുപത്രി കാണാൻ ചെന്നു. അച്ഛൻ മരിച്ചുടൻ മകൻ ഡോക്ടറോട് ചോദിച്ച ചോദ്യം, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു. ഒരു വിചിത്ര ചോദ്യം കേട്ടതുപോലെ. അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ മകൻ ചോദിക്കണം ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അദ്ദേഹം കൂളായിട്ട് പറഞ്ഞു, കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ മതി. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മരിച്ച് മദ്രാശിയിൽ നിന്ന് മൃതദേഹം പാട്ടിയത് കൊണ്ടുവന്ന് നന്നായിട്ട്, കാരണം ഒരു മാഷിൻ്റെ മകനല്ലേ, നന്നായിട്ട് അടക്കി. പക്ഷേ ഈ പറയുന്ന അനുജനോ അനുജൻ്റെ ഭാര്യയോ അനുജൻ്റെ 2 മക്കളോ ആരും അതിൽ പങ്കെടുത്തില്ല. എന്നിട്ട് ഇപ്പോൾ ഒരു ചാനലിൽ അദ്ദേഹം ഇരുന്ന് പറയുന്നു, അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അച്ഛൻ ആളുകളെ തല്ലുമായിരുന്നു, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പണി, അല്ല അധ്യാപക വൃത്തിയല്ല. എൻ്റെ അമ്മയെയും തല്ലുമായിരുന്നു. അച്ഛനെ പേടിച്ച് ഞാൻ SFIയിൽ പ്രവർത്തിച്ചിരുന്നു. 100% കള്ള പറഞ്ഞ. കാരണം നമ്മുടെ ശ്രീനിവാസൻ്റെ കഥയാണല്ലോ ഞാൻ പറയണേ. ശ്രീനിവാസൻ പള്ളിക്കുടത്തിൽ പഠിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFI ഇല്ല. അദ്ദേഹം പറയണം SFIയിൽ പ്രവർത്തിച്ചിരുന്നു. അതെങ്കിലും ആ മഹാൻ അറിയണ്ടേ SFI ഇല്ലായിരുന്നു. ഇങ്ങനെ ഞാൻ ആ വിശദ വിവരം എന്നെ വിളിച്ച ആളിനോട് പറയും. ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. എടുത്ത വയലിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അയാൾ ഈ സുഖമില്ലാതെ കിടക്കുന്നുണ്ട് പലതും പറയും. ഞാൻ കേട്ടു, സുഖമില്ലാതെ കിടക്കുമ്പോൾ ഇതെന്താ ഇത് മാത്രം പറയണേ? സുഖമില്ലാതെ കിടക്കുമ്പോൾ അദ്ദേഹം മോഹൻലാലിനെ ചീത്ത വിളിക്കും, പക്ഷേ മമ്മൂട്ടി ചീത്ത വിളിക്കില്ല. സുഖമില്ലാതെ കിടക്കും പിണറായി വിജയനെ ചീത്ത വിളിക്കും, മോഡിയെ ചീത്ത വിളിക്കില്ല. അതൊക്കെ ഒരു അങ്ങനത്തെ ഗുളിയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. നീ വിടന്നേ, നീ അത് വിട്. നീയേ ആ മമ്മൂട്ടിയുടെ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്, പോയി കണ്ടിട്ട് അത് ചെയ്യും. ഞാനാണെങ്കിൽ പുതിയ പടം വരുന്ന ഒരു ദിവസവും ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മൈഡിയർ കുട്ടിച്ചാത്തനെ പോലെ പടയോട്ടം പോലുള്ള പടങ്ങളും ആഴ്ചകൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് കൊച്ചു പ്രായത്തിൽ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈ മമ്മൂട്ടിയും മോഹൻലാലും താരങ്ങളായ ശേഷം ഞാൻ റിലീസ് ദിവസം പോയി കാണാറേ ഇല്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്ക അഭിനയിച്ച പുതിയ പടം ആദ്യ ദിവസം ഞാൻ കണ്ടു. KSFDCയുടെ കൈരളി നിള തിയേറ്ററിൽ നിളയിലാണ് മമ്മൂക്കയുടെ പുതിയ സിനിമ കളിക്കുന്നത്. ഞാൻ ലാൽ ക്രിയേഷൻ്റെ ജനറൽ മാനേജറായിരുന്നു. ഇപ്പോൾ സ്വന്തമായി വിതരണ കമ്പനി നടത്തുന്ന ഹരി എനിക്ക് വേണ്ടപ്പെട്ട, എൻ്റെ ഒരു അനുജനെ പോലെ എനിക്കിഷ്ടമാണ്. ഞാൻ ഹരിയെ വിളിച്ചു ചോദിച്ചു, ഹരി, എനിക്ക് ആ പുതിയ പടത്തിനൊരു ടിക്കറ്റ് എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. പിന്നെന്ത്,
എടുത്തു തരാം. ഏത് ഷോയ്ക്ക് വേണം? ഞാൻ പറഞ്ഞു സെക്കൻഡ് ഷോയ്ക്ക് മതി, എനിക്കും ഭാര്യയ്ക്കും. ഇല്ല, അദ്ദേഹം ശബരിമലയ്ക്ക് പോയിരിക്കുന്നുണ്ട്, ഞാനും ഭാര്യയും കൂടെയാണ് കാണാൻ പോയത്. സത്യം പറയുകയാണ്, തിയേറ്റർ നിറച്ച ആളുണ്ട്, ഹൗസ്ഫുള്ളാണ്. അക്ഷരനായി പടം തുടങ്ങുന്നത് കാത്തിരിക്കുന്ന ഓഡിയൻസിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു. അതുപോലെ തന്നെ പടം വിട്ട് കാർ ഓടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പാതിരാത്രി 12 മണിയായി. വീട്ടിലേക്ക് വരുമ്പോഴും ഞാൻ ആലോചിച്ചത് സത്യം പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ എന്താ പറയുക മനുഷ്യനെ പറ്റിയായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. ഇത് വെറുതെ അതിശയോക്തി കലർത്തി പറയുകയല്ല. മലയാള സിനിമയ്ക്ക് എന്നെ വേണ്ട, പക്ഷേ എനിക്ക് മലയാള സിനിമയെ വേണമെന്ന് തുറന്നു പറയുന്ന മനുഷ്യൻ. ആരോടെങ്കിലും ഒരു പുതിയ ചെറുപ്പക്കാരനോട് സംസാരിക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ എന്തെങ്കിലും മരുന്നുണ്ട് എന്ന് തോന്നിയാൽ ചെയ്തോ, ഞാൻ ഡേറ്റ് തരാമെന്ന് പറയുന്ന മലയാള സിനിമയിലെ ഏക സിനിമാക്കാരൻ. 43 വർഷമായി ക്യാമറയുടെ മുന്നിൽ നിന്നിട്ടും കൊതി മാറാത്ത കലാകാരൻ. ഞാൻ ആലോചിക്കുന്നത് 63-ാമത്തെ വയസ്സിലാണ് പ്രേം നസീർ സാർ മരിക്കുന്നത്. പക്ഷെ മരിക്കുന്നവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് നിത്യഹരിത നായകൻ എന്നായിരുന്നു. ആ വിളി കേട്ട് തന്നെയാണ് അദ്ദേഹം മരിച്ചത്. മരിക്കുന്നതിന് ഒരു 6-7 വർഷം മുമ്പ് തന്നെ അദ്ദേഹം നായക വേഷത്തിൽ നിന്നും പതിയെ പിന്മാറി. കാരണം മമ്മൂട്ടി, രതീഷ്, ഒരു പരിധിവരെ മോഹൻലാലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നായക വേഷങ്ങളിൽ നിന്ന് പതിയെ മാറി. അതിനും പിന്നാക്കം പോയാൽ 79-ലൊക്കെ ജയൻ്റെ നായാട്ടൊക്കെ വരുമ്പം ജയനാണല്ലോ പ്രധാന വേഷം. ഇദ്ദേഹം പ്രാൺ ഹിന്ദിയിൽ ചെയ്ത ചെറിയ വേഷമല്ലേ ഇദ്ദേഹം ചെയ്തത്. അങ്ങനെ പ്രധാന റോളുകളിൽ നിന്നും അദ്ദേഹം മാറി വരികയായിരുന്നു. മമ്മൂട്ടിയുടെയും രതീഷിൻ്റെയൊക്കെ തരംഗം വന്നപ്പോൾ ആ പിന്മാറ്റത്തിന് ആക്കം കൂടി എന്ന് പറയാം. മോഹൻലാലും കൂടി വന്നപ്പോൾ ശരിക്കും നായകവേഷം നസീർ സാറിന് ഇല്ലാതായി. ആട്ടക്കലാശം എന്ന് പറഞ്ഞ പടത്തിലൊക്കെ മോഹൻലാലല്ലേ നായകൻ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ വേഷമാണ് നസീർ സാർ. വിട പറയും മുമ്പേ എന്ന് പറഞ്ഞ സിനിമ എടുത്താൽ നെടുമുടി വേണുവാണ് നായകൻ. അതിലെ നെടുമുടി വേണു ജോലി ചെയ്യുന്ന ഓഫീസിലെ ഒരു മേധാവി എന്നുള്ളൊരു വേഷം മാത്രമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും നമ്മൾ അദ്ദേഹത്തെ നിത്യഹരിത നായകൻ എന്നാണ് അന്നും ഇന്നും നമ്മൾ കാണുന്നത്. ഞാൻ കാർ ഓടിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത്, ഇവിടെ ഒരാൾ 73-ാമത്തെ വയസ്സിലും നായകൻ. ചുരുങ്ങിയത് ഇനിയൊരു 5 വർഷം കൂടി ചെയ്യാനുള്ള പ്രോജക്റ്റുകളിൽ അദ്ദേഹം കരാർ ഒപ്പിട്ടിട്ടെന്ന് പറയുന്നു. എഗ്രിമെൻറ്റ് വാക്കാലെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചെയ്യാമെന്ന് പറഞ്ഞാൽ 5 വർഷം ചെയ്യാനുള്ള പടമെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ 78 വയസ്സാവും 5 വർഷം കൂടെ ചെയ്യുമ്പോൾ. ഞാൻ ഇനി സത്യത്തിൽ ഒന്നും പറയുന്നില്ല, കാരണം എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ എന്നാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകനും നായകനാണല്ലോ. പക്ഷേ ഈ ദുൽഖറൊക്കെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വാപ്പച്ചിയുടെ കാലം അത്രയും പ്രായമാകുമ്പോൾ ഞാൻ എവിടെ നിൽക്കുമെന്ന്. ഇവരാരും ഉണ്ടാവില്ല ഈ പോസ്റ്റിൽ. അതൊരു മമ്മൂട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ഞാൻ പറയും. സോമനും സുകുമാരനും രതീഷും ഒക്കെ നായകപ്പട്ടം എപ്പോൾ വിട്ടു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ മമ്മൂക്ക എന്നാണ് എനിക്ക് ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത്. അത്രയ്ക്ക് എന്നെ എന്താ പറയുക ആകർഷിച്ച സിനിമ. 73-ാമത്തെ വയസ്സിൽ വില്ലൻ വേഷം ചെയ്യുക, ഒരു നായകനായി വിലസി നിൽക്കുന്ന, ഇനിയും നായകനായിട്ട് മാത്രമേ ചെയ്യൂ എന്ന് ശാഠ്യം പിടിക്കാവുന്ന ആൾ, അത്രയും അവസരങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുമ്പോൾ ഒരു നെഗറ്റീവ് റോള് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് നെഗറ്റീവ് ഒന്നുമല്ലെന്നേ. എന്തായാലും ഒരത്ഭുത പ്രതിഭാസം തന്നെ. ഞാൻ ആലോചിക്കുന്നത്, അഥർവം എന്ന് പറഞ്ഞൊരു പടമുണ്ട്, നമ്മളെ ഡെന്നിസ് ജോസഫ് ഡയറക്റ്റ് ചെയ്ത്. അതിൽ അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞ ആഭിചാരക്രിയകളൊക്കെ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. അത് കഴിഞ്ഞ് ഐ വി ശശിയുടെ മൃഗയ, അതിലെ വാറുണ്ണിയെ ആരും മറക്കാൻ സാധ്യതയില്ല. വാറുണ്ണിയെ പറ്റി ആലോചിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, പുറപ്പാടിൻ്റെ സെറ്റിൽ നിന്നാണ് രാത്രികാലങ്ങളിൽ കാറെടുത്ത് പാലക്കാട്ടേക്ക് പോകുന്നത്. വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ വിടുന്നു. അവിടെ സൺഡേ 7 PM എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കുന്ന മഹേഷിനെയും കൂടെ കയറ്റിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കോണ്ടസ കാറുണ്ട്, അതിൽ പാലക്കാട്ടേക്ക് പോകും. ഒരു ദിവസമോ 2 ദിവസമോ വർക്ക് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും പുറപ്പാടിൻ്റെ സെറ്റ് വരും. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും പോകും. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ പുറപ്പാടും മൃഗയും ഒന്നിച്ച് തിയേറ്ററിൽ വന്നപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, 2 കഥാപാത്രങ്ങളെ എത്ര അജഗജാന്തര വ്യത്യാസത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നു. മതിലുകളെന്ന് പറഞ്ഞ പടത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറായിട്ട് അഭിനയിച്ചു, അടൂരിൻ്റെ പടത്തിൽ. അമരത്തിൽ ലോഹിദാസിൻ്റെ സ്ക്രിപ്റ്റിൽ ഭരതം ചെയ്ത അമരത്തിലാണെങ്കിൽ അച്ചൂട്ടി. ഇപ്പോഴും നമ്മൾ ആലോചിച്ചാൽ ആ കടപ്പുറത്ത് കിടന്നിട്ട് മണൽ വാരി ഇങ്ങനെ ഞെരിപിരി കൊള്ളുന്ന ആ അച്ചൂട്ടിയുടെ മാനസിക നൊമ്പരങ്ങൾ ഇപ്പോഴും എനിക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത വേഷമായിരുന്നു. സൂര്യമാനസത്തിലെ പുട്ടുറുമീസ്, വിധേയനിലെ ഭാസ്കര പട്ടേലർ,
ലോകദാസ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത ഭൂതക്കണ്ണാടിയിലെ വിദ്യാധരൻ, വാച്ച് നന്നാക്കുന്ന വിദ്യാധരൻ. ടി വി ചന്ദ്രൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ് ഡാനി. അതിലെ ഡാനി തോംസൺ. രാജമാണിക്യത്തിലെ ബെല്ലാരി രാജ എന്ന് പറഞ്ഞ രാജമാണിക്യം. കറുത്ത പക്ഷികൾ എന്ന് പറഞ്ഞ കമലിൻ്റെ സിനിമയിലെ മുരുകൻ, ഒരു തമിഴൻ അണ്ണാച്ചി തുണി തേച്ചുകൊണ്ട് ജീവിക്കുന്ന മുരുകൻ. പാലേരി മാണിക്യത്തിലെ അഹമ്മദ് ഹാജി. നൻപകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ പടത്തിലെ സുന്ദരം. ഇപ്പോൾ കൊടുമൺ പോറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടറും കൂടെ ആലോചിക്കുമ്പോൾ എത്ര വ്യത്യസ്തമായ വേഷങ്ങൾ ഈ മനുഷ്യൻ കൊണ്ടാടിയിരിക്കുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാൻ ഇനിയും ഒരുപാടുണ്ട്. ഇപ്പോൾ അംബേദ്കറായിട്ട്, ബാബാ സാഹിബ് അംബേദ്കറായിട്ട് അഭിനയിച്ചത്, അല്ലെങ്കിൽ YS രാജശേഖര റെഡ്ഡിയായിട്ട് തെലുങ്കിൽ അഭിനയിച്ചത്, പിന്നെ പേരൻപ് എന്ന് പറഞ്ഞ പടത്തിലെ അമുദേവൻ, SI മണികണ്ഠനായിട്ട് ഉണ്ട എന്ന് പറഞ്ഞ പടത്തിൽ, ചിറമൽ ഈനാശു എന്ന് പറയുന്ന പ്രാഞ്ചിയേട്ടൻ, ജേക്കബ് ബീരാളി എന്ന് പറഞ്ഞ യവനികയിലെ KG ജോർജിൻ്റെ യവനികയിലെ പോലീസ് ഓഫീസർ, പടയോട്ടത്തിലെ കമ്മാരൻ, കൂടവിടയിലെ ക്യാപ്റ്റൻ തോമസ്, അടിയൊഴുക്കുകളിൽ സത്യമാഷിനെ ഓർമ്മിപ്പിക്കുന്ന കരണൻ, നിറക്കൂട്ടിലെ രവിവർമ്മ, അരപ്പട്ടേട്ടി ഗ്രാമത്തിലെ പത്മരാജൻ്റെ ശ്രദ്ധിക്കപ്പെടാതെ പോയ മനോഹരമായ സിനിമയിലെ സക്കറിയ, IV ശശിയുടെ ആവനാഴിയിലെ ഇൻസ്പെക്ടർ ബേൽറാം, സാജൻ്റെ സ്നേഹമുള്ള സിംഹം എന്ന് പറഞ്ഞ സിനിമയിലെ വൈശാഖൻ, ന്യൂഡൽഹിയിലെ GK എന്ന് വിളിക്കുന്ന G കൃഷ്ണമൂർത്തി, തനിയാവർത്തനത്തിലെ ലോകദാസ് ആദ്യമായി തിരക്കഥ എഴുതിയ തനിയാവർത്തനത്തിലെ ബാലൻ മാഷ്, പടക്കം വീരഗാഥയിലെ ചന്തു ചേകവർ, സത്യനന്ദി കാടിൻ്റെ മമ്മൂട്ടി സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അർത്ഥം എന്ന് പറഞ്ഞ സിനിമയിലെ ബെൻ നരേന്ദ്രൻ, TS സുരേഷ് ബാബുവിൻ്റെ കോട്ടയം കുഞ്ഞച്ചൻ, പിന്നെ കൗരവർ എന്ന് പറഞ്ഞ പടത്തിലെ ആൻ്റണി, ധ്രുവം എന്ന് പറഞ്ഞ സിനിമയിലെ നരസിംഹ മന്നാടിയാർ, പാതയത്തിലെ ചന്ദ്രദാസ്, സുഹൃതം ഞാൻ വർക്ക് ചെയ്ത സുഹൃതത്തിലെ രവിശങ്കർ, ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ പടത്തിലെ ഫാസി, അഴകിയ രാവണനിലെ ശങ്കർദാസ്, മറവത്തൂർ കനവിലെ ചാണ്ടി, പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലെ പട്ടാഭിരാമൻ, CBI ഡയറക്കുറിപ്പിലെ സേതുരാമയ്യർ, രാപ്പകൽ എന്ന് പറഞ്ഞ സിനിമയിലെ കൃഷ്ണൻ, ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ പടത്തിലെ മൈക്ക് എന്ന് എല്ലാവരും വിളിക്കുന്ന ഫിലിപ്പോസ്, കടക്കൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ നമ്പർ 1 എന്ന് പറഞ്ഞ സിനിമയിലെ കടക്കൽ ചന്ദ്രൻ, സ്വാതി കിരൺ എന്ന് പറഞ്ഞ തെലുങ്ക് പടത്തിലെ അനന്തരാമ ശർമ്മ. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമുക്ക് മലയാളികൾക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ, മമ്മൂക്ക നമുക്ക് നൽകിയ കഥാപാത്രങ്ങളെപ്പറ്റി പറയാൻ തുടങ്ങിയാൽ എത്ര എപ്പിസോഡ് വേണമെങ്കിലും ചെയ്യാം. ഇതിലെ ഓരോ കഥാപാത്രങ്ങളെ വെച്ച് വേണമെങ്കിൽ ഓരോ എപ്പിസോഡ് ചെയ്യാം. ഇപ്പോൾ പറയുന്നു നമ്മുടെ നാട്ടിലെ ധീരനായ മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് ചെയ്യുന്ന സിനിമയിൽ അയ്യങ്കാളിയായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നു. കതിരവൻ, എൻ്റെ പ്രിയപ്പെട്ട കല്ലൂർ ഡെന്നീസിൻ്റെ മകൻ ഡിനോ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക, വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോയിൽ അഭിനയിക്കാനായിട്ട് ഈ എന്താ പറയുക, അഭിനയിച്ച പടം തിയേറ്ററിൽ തകർത്തോടുമ്പോൾ അദ്ദേഹം ഇപ്പോൾ കോയമ്പത്തൂരാണ്. ഞാനിന്ന് കോയമ്പത്തൂർ അരോമ മോഹനെ വിളിച്ചിരുന്നു. തീർച്ചയായിട്ടും വരാൻ പോകുന്ന സിനിമകളും ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമകളാണ്, ചർച്ച ചെയ്യപ്പെടും. എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ബസൂക്കയെക്കുറിച്ചൊക്കെ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം അത്രയും ആത്മാർത്ഥതയോടുകൂടി ഒരു നവാഗതനായ ഡിനോ എഴുതിയ സ്ക്രിപ്റ്റാണ്. ആരെങ്കിലും ഡയറക്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ പേരുകൾ ആ പയ്യൻ തന്നെ ശുപാർശ ചെയ്തപ്പോൾ അവരൊക്കെയാണോ ഈ സബ്ജക്റ്റ് ചെയ്യാൻ പറ്റിയ സംവിധായകർ? അതെ, എന്നാൽ ഒരു കാര്യം നീ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ഏത് നടൻ പറയും? ഒരു പുതിയ നവാഗതനായ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുവന്ന് വായിക്കാൻ കൊടുക്കുമ്പോൾ അത് വായിച്ച് കേട്ടിട്ട് ഇത് ആര് ഡയറക്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ മലയാളത്തിലെ പ്രശസ്തരായ 2-3 പേര് ഈ തിരക്കഥാകൃത്താവാൻ പോകുന്ന ഡിനോ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പറയുമ്പോൾ അവരൊക്കെ ചെയ്താൽ നന്നാവുമല്ലേ? അതെ, എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ ഡയറക്റ്റ്. അങ്ങനെ ഡിനോയെ ഡയറക്ടറാക്കി എന്നുള്ളതാണ്. ഡിനോ ഡെന്നീസിൻ്റെ ബസൂക്ക നല്ലൊരു സിനിമയാകട്ടെ. ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമ എടുത്ത രാഹുൽ സദാശിവനാണ് ഈ പറയുന്ന ഭ്രമയുഗത്തിൻ്റെ സംവിധായകൻ. അദ്ദേഹം മമ്മൂട്ടിയോട് 3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം, പീരീഡ് സെറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും, യൂണിക്ക് ക്യാരക്ടറാണ്. ഈ 3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ എന്ന് പറയുന്നു. ഈ പറയുന്ന ഭ്രമയുഗത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിന് ഭീഷ്മ എന്ന് പറഞ്ഞ പടവുമായിട്ട് സാമ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ ചുമ്മാ ചർച്ചകൾ ചെയ്യുന്നുണ്ട്. ഒരു കാരണവും വേണ്ടല്ലോ ചർച്ച ചെയ്യാൻ. ഭീഷ്മ എവിടെ നിൽക്കുന്നു, ഭ്രമയുഗം എവിടെ നിൽക്കുന്നു എന്ന് ഈ 2 പടവും കണ്ടാൽ മതി, മനസ്സിലാവും.
എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, മലയാള സിനിമയിൽ സ്വയം മത്സരിക്കുന്ന, എന്നോട് തന്നെ ഞാൻ മത്സരിക്കുന്നു എന്ന് പറയാവുന്നത് ഒരു മമ്മൂട്ടിക്ക് മാത്രമേ അവകാശപ്പെടാൻ പറ്റൂ. തന്നോട് തന്നെ മത്സരിക്കുന്ന നടനാണ് മമ്മൂട്ടി. ഇപ്പോൾ തന്നെ ഈ പ്രമേയുഗം എന്ന് പറഞ്ഞ ചിത്രത്തിൽ മമ്മൂട്ടി ചെയ്ത കൊടുമൺ, എന്താ പറയുക, പോറ്റി എന്ന് പറഞ്ഞ കുട്ടിച്ചാത്തൻ, ഒരിടത്തും ഒരു ഫ്രെയിമിലും എനിക്ക് മമ്മൂക്കയെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ വെറുതെ പറയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തിന് കുറേ മാനരസങ്ങളുണ്ട്. അത് ഏത് പടം ചെയ്താലും, ഇപ്പോൾ വടക്കമ്പാട്ടിലെ ചന്തുവായിട്ട് വരുമ്പോൾ പോലും ആ നടക്കുന്നതിൽ ആ ചരിവുണ്ട്. പക്ഷേ ഈ പറയുന്ന പ്രമേയുഗത്തിലെ എന്താ പറയുക, കൊടുമൺ പോറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് ഒരിടത്തും എനിക്ക് മമ്മൂട്ടിയെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ കൊടുമൺ പോറ്റിയായിട്ട് തന്നെയാണ് ഈ പാതിരാക്കിയിരുന്ന് കണ്ടത്. ആ സിനിമയെപ്പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി എൻ്റെ സംവിധായകനായ രാഹുൽ സദാശിവനോട്. കാരണം ഇങ്ങനൊരു സബ്ജക്റ്റ് ചിന്തിക്കുക, അതിന് പറ്റിയ ആകപ്പാടെ 5 ക്യാരക്ടറേ ഉള്ളൂ അതിൽ. അത് മമ്മൂട്ടിയും അർജുൻ അശോകും സിദ്ധാർത്ഥ് ഭരതനും മണികണ്ഠൻ ആശാരിയും അമാൽഡ ലിസ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദി നടിയുമാണ് അഭിനയിച്ചിരിക്കുന്നത്. അവർ വടയേഷ്യയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു പാവം കൊച്ച്. മണികണ്ഠൻ ആശാരിയെ പറ്റി പടം വിട്ടിറങ്ങുമ്പോൾ ഒരാളുടെ കമൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെറുതെ ആ പെണ്ണിൻ്റെ പോയി ഒരു ഉമ്മ വാങ്ങിച്ചിട്ട് ചാവേണ്ട വല്ല കാര്യമുണ്ടോ എന്നാണ് ചെയ്യുന്നത്. ഒരൊറ്റ സീനേ ഉള്ളൂ മണികണ്ഠൻ ആശാരിക്ക്. മനോഹരമായി ചെയ്തു അയാൾ. നമുക്ക് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ ലൊക്കേഷനാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെയാണ് ഇതിൻ്റെ ഛായാഗ്രാഹകനും ഇതിൻ്റെ സംവിധായകനും ചേർന്ന് എങ്ങനെ നമുക്കൊരു സീൻ മാച്ച് ചെയ്ത് 2, 3, 4 ലൊക്കേഷനുകളിൽ ചേർത്തെടുക്കാമെന്ന് അവർ എത്രമാത്രം ഡിസ്കസ് ചെയ്തിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഇന്ന് കോയമ്പത്തൂർ ഈ പറഞ്ഞ ടർബോയുടെ ഷൂട്ട് നടക്കുന്നിടത്ത് വിളിച്ചെന്തിനെന്ന് ചോദിച്ചാൽ, അരോമ മോഹനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ ഒരുപാട് നേരം ഈ പടത്തെക്കുറിച്ച് സംസാരിച്ചു. 57 ദിവസം ഷൂട്ട് ചെയ്തു. അദ്ദേഹം പറയുന്നത് വരിക്കാശ്ശേരി മന ഷൂട്ട് ചെയ്തു, ഒളപ്പമണ്ണ മന ഷൂട്ട് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് കോടനാട് ഫോറസ്റ്റ് ഷൂട്ട് ചെയ്തു, വാഴച്ചാൽ വെള്ളച്ചാട്ടം ഷൂട്ട് ചെയ്തു, പുലിമുരുകൻ ഷൂട്ട് ചെയ്ത അതിരപ്പള്ളി ഷൂട്ട് ചെയ്തു, മഹാഗണിത്തോട്ടം എന്ന് പറയുന്ന കോടനാട്ടുള്ള അവിടെ ഷൂട്ട് ചെയ്തു, ആനച്ചാൽ ഷൂട്ട് ചെയ്തു, പാറമട ഷൂട്ട് ചെയ്തു. ഇങ്ങനെ ഒരുപാട് ലൊക്കേഷനുകളിൽ മാച്ച് ചെയ്താണ് ഈ പടം ചെയ്തിരിക്കുന്നത്. നമ്മൾ കാണുന്ന എന്താ പറയുക, ദൂരക്കാഴ്ചയിൽ കാണുന്ന ആ പോറ്റിയുടെ കെട്ടിടം മാത്രം സെറ്റ് ഇടുകയും പിന്നെ വരിക്കാശ്ശേരി മനയും ഒളപ്പമണ്ണ മനയും ഒക്കെ അതിൽ മാച്ച് ചെയ്യുകയും, അകത്തുള്ള മുറികൾ മുഴുവൻ എറണാകുളത്ത് സെറ്റിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരിക്കലും എന്താ പറയുക ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ ഈ പല ആർട്ട് ഡയറക്ടർമാരും ചെയ്തു വയ്ക്കുമ്പോൾ നമുക്ക് സെറ്റാണെന്ന് തോന്നും. ഈ സിനിമ ഇതുവരെ റിലീസായ സിനിമകളിൽ മുൻനിരയിൽ നിൽക്കുന്നതായിട്ട് തോന്നി. ഈ വർഷത്തെ 2024 സിനിമകൾ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ എന്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന, വേണമെങ്കിൽ ഇത്തിരി കൂടി വിശാലമായി പറഞ്ഞാൽ 2023, 2024 പുറത്തു വന്ന സിനിമകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമയാണെന്ന് ഞാനിതിനെ പറയും. ഒന്നാമത്, നമ്മളൊക്കെ മറന്നു തുടങ്ങിയ 35 mm വലിപ്പമേ ഉള്ളൂ സ്ക്രീനിന്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രീകരണം. വളരെ രസകരമായി ഒരു 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 എക്സ്പെരിമെൻ്റൽ ഫിലിം പോലെ ആ മനസ്സുമായിട്ടാണ്. ഒന്നാമത് മമ്മൂക്ക എവിടെയോ പ്രസംഗിച്ചു, ഒരു മുൻധാരണയും ഇല്ലാതെ വേണം നിങ്ങൾ ഈ സിനിമ കാണാനെന്ന്. ഞാനതുകൊണ്ട് ബ്ലാങ്കായ മനസ്സുമായിട്ടാണ് സിനിമ കാണാൻ പോയത്. പക്ഷെ എന്ത് രസമായിരിക്കുന്നു ഈ സിനിമ ഛായാഗ്രാഹകൻ ഷഹനാദ് ജലാൽ എത്ര രസകരമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് എനിക്ക് അത്ഭുതം തോന്നി. ആ പോച്ചിയുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാല മാത്രം കിടന്ന് തിളങ്ങുന്ന കാണുമ്പോൾ ഞാൻ ആ മാലയിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഒരുപാട് നേരം. രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വന്യമായ കാടിൻ്റെ പശ്ചാത്തലം, വാഴച്ചാലിലെ വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ആ അർജുൻ അശോകൻ വാഴച്ചാട് വെള്ളച്ചാട്ടത്തിൻ്റെ മുനമ്പിലേക്ക് നടന്നു പോകുമ്പോൾ ഇത് ഷൂട്ടിംഗ് ആണെന്നും ക്യാമറയുടെ പൊസിഷൻ കൊണ്ട് പേടിപ്പെടുത്തുന്നതാണെന്നൊക്കെ എനിക്ക് അറിയാമെങ്കിൽ പോലും ഞാൻ അറിയാതെ മനസ്സിൽ അയ്യോ ആ ചെറുപ്പക്കാരൻ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞുപോയി. അർജുൻ അശോകൻ നടന്നു പോകുന്ന കണ്ടപ്പോൾ. അതുപോലെ മഴയുടെ പല തരത്തിലുള്ള വരവും പോക്കും. നമ്മൾ മഴ ഒരുപാട് പേര് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിലെ ഭയാനകവും ഭീതിപ്പെടുത്തുന്നതുമായ മഴയും പിന്നെ അതിൻ്റെ ഗ്രാജുവലായിട്ട് കുറഞ്ഞും കൂടിയൊക്കെയുള്ള മഴ എന്ത് രസമാണ്. അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മഴ, എന്ത് രസമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത് കാണുമ്പോൾ നയനാനന്ദകരം എന്ന് പറയാൻ പറ്റില്ല. കാരണം പേടിപ്പെടുത്തുന്ന സീക്വൻസുകളിലാണ് ഈ മഴ വരുന്നതൊക്കെ. അതുപോലെ വീട്ടിനുള്ളിലെ ദുരൂഹമായ നിഴലും വെളിച്ചവും ഒക്കെ കൊണ്ട് ക്യാമറാമാൻ ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾ. ഷഹനാദ് ജലാൽ മനോഹരമായ ഫ്രെയിമുകളാണ്, ഓരോ ഫ്രെയിമും മനോഹരമായി ചെയ്തിട്ടുണ്ട്. അതുപോലെ സാലു കെ ജോർജിൻ്റെ ശിഷ്യനായിരുന്നു കലാസംവിധായകനായ ജ്യോതിഷ് ശങ്കർ. ജ്യോതിഷ് ഇപ്പോൾ ബേസിലിനെ നായകനാക്കിക്കൊണ്ട്
ബേസിൽ ജോസഫിനെ നായകനാക്കിക്കൊണ്ട് ഒരു സിനിമ കൊല്ലത്ത് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സംവിധാനം ചെയ്യട്ടെ, പക്ഷേ ഇത്ര ചാടി പെട്ടെന്ന് പുറപ്പെടേണ്ടായിരുന്നു. കുറേ നല്ല സിനിമകൾക്ക് ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ട് മതിയായിരുന്നു. ഈ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറയും പോലെ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ആർട്ട് ഡയറക്ടർ ഈ പറയുന്ന ജ്യോതിഷായിരുന്നു. അതിന് സംസ്ഥാന അവാർഡും കിട്ടി. അതിൽ ഈ തല്ലുപൊളിയായ സഹോദരന്മാരുടെ വീടൊക്കെ സെറ്റിട്ടിരിക്കുന്ന വീടും വീടിൻ്റെ പശ്ചാത്തലവും ഒക്കെ സെറ്റിട്ടിരിക്കുന്ന കണ്ടാൽ ഈ പറയുന്ന ജ്യോതിഷ് ശങ്കർ എത്ര മിടുക്കനാണെന്ന് നമുക്ക് മനസ്സിലാവും. കലാസംവിധാനം എന്ന് പറഞ്ഞാൽ ഇവിടെ പലരും കരുതി വെച്ചിരിക്കുന്നത് വീടിൻ്റെ ഓടിന് കാവിക്ക് വരും പച്ച പെയിൻ്റ് അടിക്കുക, എന്നിട്ട് ജനലിന് കതവിലൊക്കെ പച്ച കർട്ടൻ ഇടുക, ഇങ്ങനെയൊക്കെ അല്ല. അല്ലെങ്കിൽ പോലീസ് കമ്മീഷണറുടെ ഒരു ഓഫീസോ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ വർണ്ണ ബൾബുകളൊക്കെ തൂക്കിയിട്ട് ഈ സർക്കസിന് ഇടും പോലെ കുറേ ലൈറ്റുമൊക്കെ തൂക്കിയിട്ട് പ്ലാസ്റ്റിക് ബോർഡുകളിൽ കുറേ നിയോൺ ലൈറ്റ് പ്ലാസ്റ്റിക് ബോർഡിനകത്തൊക്കെ വെച്ച് കുറേ ഷീൽഡുകൾ നിരത്തി ഒരു ആക്രിക്കട പോലെയാണല്ലോ പലരും കാശിൻ്റെ അഹന്ത കൊണ്ട് കലാസംവിധാനം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളെ ശീലിപ്പിച്ച ഒരുപാട് കലാസംവിധായകർ മലയാളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ജ്യോതിഷ് എത്ര മനോഹരമായാണ് കഴിഞ്ഞുപോയ കാലം സെറ്റിട്ടിരിക്കുന്നത്. അതും 17-ാം നൂറ്റാണ്ട്. വരിക്കാശ്ശേരി മനയും ഒളപ്പമണ്ണ മനയും സെറ്റിട്ട് എക്സ്റ്റീരിയറും സെറ്റിട്ട് ഇൻറ്റീരിയറും ഒക്കെ കൊണ്ട് വല്ലാത്തൊരു ലോകം സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിനായി. അതിൽ 100% കലാസംവിധായകൻ വിജയിച്ചു എന്ന് മാത്രമല്ല, ഈ സിനിമയ്ക്ക് എന്താ പറയുക, സിനിമയുടെ വിജയത്തിന് കലാസംവിധായകന് വലിയ പങ്കുണ്ട് എന്ന് ഞാൻ പറയും. അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തിരിക്കുന്നത്. അബുദാബിയിലെ അൽവാഹിദ മാളിലായിരുന്നു ഈ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്തത്. ചടങ്ങിൽ പങ്കെടുത്ത മമ്മൂക്ക പറഞ്ഞത്, ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നും, പക്ഷേ ഒരു കഥയും മനസ്സിൽ വിചാരിച്ച് ദയവേത് തിയേറ്ററിലേക്ക് പോകരുത്. സിനിമ കണ്ട ശേഷം അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ശൂന്യമായ മനസ്സോടെ നിങ്ങൾ ഈ സിനിമ കാണണം, എങ്കിലേ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുമെന്ന് അഡ്വാൻസായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു. യാതൊരു മുൻവിധികളും വേണ്ട. ഭയപ്പെടുത്തുമോ, ഞെട്ടിക്കുമോ, സന്തോഷിപ്പിക്കുമോ, സംഭ്രമിപ്പിക്കുമോ ഒന്നും നിങ്ങൾ ആലോചിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് പോകരുതെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. പുതുതലമുറയുടെ പുത്തൻ അനുഭവമായിരിക്കും ഈ സിനിമ എന്ന് അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ് എന്ന് സിനിമ തെളിയിച്ചു. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ നടക്കുന്നതാണ് കഥ. കഴിഞ്ഞ വർഷം റിലീസായ രജനീകാന്തിൻ്റെ ജയിലർ, ഞാൻ ഇതുപോലൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. ആ ജയിലറിൻ്റെ റീ റെക്കോർഡിങ് കണ്ടപ്പോൾ ഒരു സിനിമയെ എത്രത്തോളം ഹൈപ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തെളിയിച്ച സിനിമയായിരുന്നു ജയിലർ. അതിൽ അനിരുദ്ധ് രവിചന്ദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് റീ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഒരു റഹ്മാൻ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഇളയരാജ മാത്രമല്ല, പുതിയ തലമുറയിലും ആളുണ്ടെന്ന് തെളിയിച്ച, റീ റെക്കോർഡിങ്ങിലൂടെ തെളിയിച്ച മനുഷ്യനായിരുന്നു ഈ പറയുന്ന അനിരുദ്ധ്. ഭ്രമയുഗം കണ്ടിരിക്കുമ്പോൾ അരിച്ചരിച്ചരിച്ചരിച്ചരിച്ച് ഗ്രാജുവലായിട്ട് നമ്മളെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ആ സിനിമയുടെ റീ റെക്കോർഡിങ് കേട്ടിരുന്നപ്പോൾ അതിൻ്റെ ശബ്ദം ഇങ്ങനെ നമ്മളെ മനസ്സിലേക്ക് കാതിലൂടെ കർണപടങ്ങളിലൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ തലച്ചോറിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ വല്ലാത്തൊരു ഉന്മാദമായിരുന്നു എനിക്കുണ്ടായത് എന്ന് ഞാൻ പറയും. ക്രിസ്റ്റോ സേവിയർ എന്ന് പറയുന്ന ഒരു യുവ സംഗീത സംവിധായകനാണ് മലയാള സിനിമയുടെ പശ്ചാത്തല രംഗത്തെ കൊടികെട്ടിയ ആൾക്കാർ. ആരെന്ന് ചോദിച്ചാൽ ഒന്ന് ജോൺസനാണ്, റീ റെക്കോർഡിങ്ങിൽ വേന്ദ്രനാണ് ജോൺസൺ. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത സുഹൃതം എന്ന് പറഞ്ഞ പടത്തിൽ പാട്ടുകൾ ചെയ്തത് ബോംബെ രവിയാണ്, പക്ഷേ സംഗീതം പശ്ചാത്തല സംഗീതം കൊടുത്തത് ജോൺസനായിരുന്നു. ആ വർഷത്തെ നാഷണൽ അവാർഡ് പാട്ടുകൾ ചെയ്ത ബോംബെ രവിക്കും കിട്ടി, പശ്ചാത്തല സംവിധാനം ചെയ്ത ജോൺസനും കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് വന്ന് മോഹൻ സിത്താര നന്നായിട്ട് റീ റെക്കോർഡ് ചെയ്യുമായിരുന്നു. ഒരുപാട് സിനിമകൾ മോഹൻ സിത്താര ചെയ്തിട്ടുണ്ട്. പിന്നെ ജയചന്ദ്രൻ, ഇവരൊക്കെയാണ് റീ റെക്കോർഡിങ് നടത്തിയിരുന്ന പ്രശസ്തർ. അപ്പോൾ അതിനും അപ്പുറത്തേക്ക് സിനിമയുടെ ഒരു വളർച്ചയ്ക്ക്, സിനിമയുടെ ഒരു ഉയർച്ചയ്ക്ക് ഒക്കെ, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ പൂർത്തീകരണത്തിന് റീ റെക്കോർഡിങ്ങിന് എത്ര പങ്കുണ്ട് എന്നറിയണമെങ്കിൽ ക്രിസ്റ്റോ സേവിയർ ചെയ്ത ഈ ഭ്രമയുഗത്തിലെ റീ റെക്കോർഡിംഗ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തമിഴ് സംവിധായകൻ വസന്തബാലൻ പറയുന്നത് കൊടുങ്കാട്ടിലെ മതയാനയെ പോലെ ആണ് മമ്മൂട്ടി എന്നാണ്. കൊടുങ്കാട്ടിലെ മതയാന. ബിഗ് സ്ക്രീനിലെ മമ്മൂട്ടിയുടെ ശരീരഭാഷയും ശബ്ദവും അപ്പാ എന്നടാ അടാടാടാടാ എന്നാണ് വസന്തബാലൻ പറയുന്നത്. ഒരു കൊടുങ്കാട്ടിൽ മതയാന അലയും പോലെ ഒരു വീട്, 3 കഥാപാത്രങ്ങൾ. ആ സംഗീതം 2 മണിക്കൂറിലധികം തിയേറ്ററിലെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്ന് അങ്ങാടിത്തെരു പോലുള്ള നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള വസന്തബാലൻ പറയുന്നു. ഇതൊക്കെ മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ബോണസാണെന്ന് ഞാൻ പറയും. ഈ സിനിമ ടി.ഡി. രാമകൃഷ്ണനാണ്
ഈ സിനിമയ്ക്ക് സംഭാഷണം എഴുതിയിരിക്കുന്നത്. ഇ ഡി രാമകൃഷ്ണനെ നിങ്ങൾക്കറിയാമായിരിക്കും. അദ്ദേഹം പ്രശസ്തനായ എഴുത്തുകാരനാണ്. വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട വാചകങ്ങളാണ് ഈ സിനിമയിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നതെന്ന് പറയാം. നമ്മുടെ കഥാപാത്രങ്ങൾ 3 കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഭാഷയാണെങ്കിൽ പോലും, ഡയലോഗുകളാണെങ്കിൽ പോലും, പ്രമേഹത്തിലെ ഡയലോഗുകൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഡയലോഗുകളാണ്. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികി എന്ന് പറഞ്ഞ നോവൽ, പച്ച മഞ്ഞ ചുവപ്പ്, മാമ ആഫ്രിക്ക, ഫ്രാൻസിസ് ഇട്ടിക്കോര, കറുപ്പും വെളുപ്പും, സിറാജുന്നീസ, ആൽഫ തുടങ്ങി ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ആളാണ് അദ്ദേഹം. എഴുതിയതെല്ലാം മനോഹരമാക്കിയ ടി ഡി രാമകൃഷ്ണൻ എഴുതിയ സംഭാഷണങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. ഞാൻ ഇറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് ഈ സിനിമ കണ്ടത്. പക്ഷേ അതിലെ ഓരോ ഡയലോഗുകളും കേട്ടാൽ നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയവുമായി കണക്ട് ചെയ്യാം. ടി ഡി രാമകൃഷ്ണൻ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു റിട്ടയർഡ് TT ഒക്കെയാണ്, റെയിൽവേയിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. പ്രമേഹത്തിലെ ഒരുമാതിരിപ്പെട്ട ഡയലോഗുകളെല്ലാം ആനുകാലിക ഇന്ത്യയിലെ അധികാരവർഗത്തിന് ചേരുന്നതാണെന്ന് എനിക്ക് തോന്നി. അത് യാദൃശ്യമാണോ എന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ തോന്നി. ആനുകാലിക ഇന്ത്യയിലെ രാഷ്ട്രീയവുമായി നല്ല അഭേദ്യമായ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴും ഈ കർഷക സമരം നടക്കുന്നതിനെ തടയാനായിട്ട് സർക്കാർ റോഡിൽ ആണിയടിച്ചൊക്കെ അല്ലെങ്കിൽ സിമൻറ്റ് കൊണ്ട് പാലം കെട്ടി റോഡടക്കുകയൊക്കെ ചെയ്യുന്ന കാണുന്ന പശ്ചാത്തലത്തിൽ പ്രമേഹം കണ്ടപ്പോൾ എനിക്ക് തോന്നി ടി ഡി രാമകൃഷ്ണൻ എത്ര കൃത്യമായാണ് വർത്തമാനങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ അധികം ഡയലോഗുകളും ഇല്ല, വളരെ കുറച്ച് ഡയലോഗുകളും. അടൂർ സാറിൻ്റെ പടത്തിലൊക്കെ കാണുന്ന പോലെ അവശ്യം കഥാപാത്രങ്ങൾ സംസാരിക്കേണ്ട ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഡയലോഗുകൾ കുത്തി നിറച്ച് വയ്ക്കേണ്ടതല്ല, അത് നാടകമാണ് എന്നുള്ളത് നന്നായിട്ട് അറിയാവുന്ന ആളാണെന്നാണ് ഇതിൻ്റെ സംവിധായകനും ഈ ഡയലോഗ് എഴുതിയ ഇദ്ദേഹം ടി ഡി രാമകൃഷ്ണൻ. ഇവിടെ വരുന്ന ആർക്കും പേരില്ല. അതിലെ കുശിനിക്കാരനായി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി പിന്നെ പടം തീരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയാൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. അങ്ങനെ നിൽക്കുന്ന ആ കുശിനിക്കാരൻ സിദ്ധാർത്ഥ് ഭരതൻ ചെയ്ത കഥാപാത്രം പറയുകയാണ്, അവിടെ വന്നു കയറിയ ഒരു പാണനായ പാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരനോട്, ഇവിടെ വരുന്ന ആർക്കും പേരില്ല, ഒരൊറ്റ പേരേ ഉള്ളൂ, കൊടുമൺ പോറ്റിയുടെ അല്ലെങ്കിൽ അധികാരിയുടെ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഒരു പേരല്ലേ ഉള്ളൂ ഇപ്പോൾ, അല്ലേ? പരിചയപ്പെട്ടവരെ എല്ലാം ഓരോരോ കുഴിയിൽ ഉറങ്ങാൻ വിട്ടിരിക്കുകയാണ് എന്ന് അയാൾ പറയുമ്പോൾ നമ്മൾ പേടിക്കും. കുറേ പിരമിഡ് പോലെ അവിടെ നമ്മളെ കാണിക്കുന്നുണ്ട് മുറ്റത്ത്. അപ്പോൾ ഇയാൾ പറയുകയാണ്, പരിചയപ്പെട്ടവരെ എല്ലാം ഓരോ കുഴിയിൽ ഉറക്കുന്ന ലോകമാണിത് എന്ന് പറയുമ്പോൾ ഒരേ ഒരു പേരിൽ നിലനിൽക്കുന്ന കാലമാണ് പ്രമേഹം. ബാക്കി പേരുകൾക്കൊന്നും പ്രസക്തിയില്ലാത്ത കാലം. പോരാട്ടമാണ് നടത്തേണ്ടത്, പോരാട്ടത്തിൻ്റെ സമയമാണ് ഇനി എന്നാണ് ഇതിൽ പറയുന്ന മറ്റൊരു ഡയലോഗ്. പോരാട്ടങ്ങൾ നടത്തേണ്ട കാലമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പോരാട്ടങ്ങൾ നടത്തേണ്ട കാലമാണ്. പോരാട്ടത്തിൻ്റെ സമയമാണ് ഇനി. അയാൾ ഒരു അധികാര വലയം തീർത്തിരിക്കുകയാണ്. ഓരോരുത്തരെയും അയാൾ അതിനകത്തേക്ക് തളച്ചിടും. അധികാരഭ്രാന്തൻ. ഇപ്പോൾ അതിനകത്ത് നീയും പെട്ടിരിക്കുന്നു. അകത്തു പോയ ആർക്കും പുറത്ത് കടക്കാനാവില്ല. അതുപോലെ തന്നെ അതിൽ ഈ അർജുൻ അശോക് ചെയ്യുന്ന കഥാപാത്രം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ കുശിനിക്കാരൻ പറയുന്നത്, നമ്മൾ എന്ത് തെറ്റ് ചെയ്തു എന്നല്ലേ നീ ആലോചിക്കുന്നത്? അധികാരം കയ്യിലുള്ളപ്പോൾ അവർക്ക് അന്യരുടെ സ്വാതന്ത്ര്യം വെച്ച് കളിക്കുന്നതാണ് ഇഷ്ടം. അതിന് തെറ്റൊന്നും നീ ചെയ്യണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര നല്ല ഡയലോഗ് എന്ന് ആലോചിച്ച്. അധികാരം കയ്യിലുള്ളപ്പോൾ അവർക്ക് അന്യരുടെ സ്വാതന്ത്ര്യം വെച്ച് കളിക്കുന്നതാണ് ഇഷ്ടം, അതിന് തെറ്റൊന്നും നീ ചെയ്യണ്ട, അല്ലാതെ തന്നെ അവർക്ക് അറിയാൻ കളിക്കാൻ എന്നാണ് പറയുന്നത്. ചാത്തന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, അധികാരം ആർക്കും വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കണം, അത് അയാളുടേതായി നിലനിർത്തണം. അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യും. അധികാരം നിലനിർത്താൻ ചാത്തൻ എന്തു നുണയും പറയും. വിശ്വസിക്കരുത്, ചതിക്കും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൻ ഇരകളായി തീരും. ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടും ചതിയിൽ പോയി വീഴുന്നു എന്നുള്ളതാണ്. ഈ പാണൻ വിശ്വസിക്കുന്നില്ല ഈ കുശിനിക്കാരനെ. അയാൾ പറയുന്നു, അധികാരം നിലനിർത്താൻ ചാത്തൻ എന്തു നുണയും ചെയ്യും, എന്തു നുണയും പറയും. വിശ്വസിക്കരുത്, ചതിക്കും എന്തു നുണയും അയാൾ പറയും, നീ അതൊന്നും വിശ്വസിക്കരുത്. നമ്മളെ പരസ്പരം തെറ്റിക്കും, ചതിക്കാനാണത്, നീ എപ്പോഴും ഓർക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മളെ പരസ്പരം തെറ്റിക്കാനായി അയാൾ പലതും പറയും.
അതിനെ നീ മുഖവിലേക്ക് എടുക്കരുത് എന്നാണ് ഉപദേശിക്കുന്നത്. അധികാരത്തിൻ്റെ ലഹരിയിൽ അയാൾ ഇരിക്കുകയാണ്. നിനക്ക് നിൻ്റെ പേരോർമ്മയുണ്ടോ? അപ്പോൾ ഈ പാണൻ എന്ന് പറഞ്ഞാൽ അർജുൻ അശോകൻ ചെയ്യുന്ന കഥാപാത്രം അപ്പോഴാണ് ആലോചിക്കുന്നത് എൻ്റെ പേരെന്താന്ന്. അയാൾക്ക് ഓർമ്മയില്ല. അതുപോട്ടെ, നിൻ്റെ അമ്മയുടെ പേര് നിനക്ക് ഓർമ്മയുണ്ടോ? അതുവരെ അമ്മയെക്കുറിച്ച് സംസാരിച്ചിരുന്ന അയാൾ അപ്പോഴാണ് ആലോചിക്കുന്നത് എൻ്റെ അമ്മയുടെ പേരെന്താന്ന്. ഓർമ്മയില്ല. നീ ഇവിടെ വന്നിട്ട് എത്ര കാലമായെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വന്നിട്ട് ഒരു 8-10 ദിവസമായി കാണും. ഇല്ലേ എന്ന് ചോദിച്ചു. അല്ല, നീ വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു എന്നാണ് മറുപടി. അടിമയും ഉടമയും തമ്മിലുള്ള സംഘർഷമാണ് ഈ സിനിമ എന്ന് പറയാം. സ്വാതന്ത്ര്യത്തെ പകിടയാക്കി ചൂതാടുന്ന രാഷ്ട്രീയമാണ് ഈ സിനിമയിൽ പറയുന്നതെന്ന് വേണമെങ്കിലും പറയാം. നിങ്ങളൊരു ജിന്നാണ്. വെറൈറ്റി ആഗ്രഹിക്കുന്ന അപൂർവ നടൻ്റെ പ്രകടനമാണ് നിങ്ങൾ കാഴ്ചവെച്ചത്. പിന്നെ ടെക്നിക്കലി ക്വാളിറ്റി നിലനിർത്തുന്ന മൂവി. ഇതാകണം ഭ്രമയുഗം. ബിലാൽ ജോൾ കുരിശിങ്കൽ ഈ 72ാമത്തെ വയസ്സിലും ഇതുപോലെ മൊഞ്ചുള്ള ഒരു ജിന്ന് വേറെ കാണില്ല. മനുഷ്യ, ഇതെന്ത് ഭാവിച്ച? നിങ്ങൾക്ക് 72 വയസ്സായി അറിയോ എന്നാണ് ഈ സിനിമ കണ്ടിറങ്ങിയ ഒരു സഹൃദയൻ എനിക്ക് അയച്ചു തന്നൊരു മെസ്സേജിൽ ചോദിക്കുന്നത്. 72ാമത്തെ വയസ്സിലും ഇതുപോലെ മൊഞ്ചുള്ള ഒരു ജിന്ന് വേറെ കാണൂല എന്നാണ് അയാൾ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബസൂക്കയുടെ കോയമ്പത്തൂരുള്ള സെറ്റിലാണ് അരോ മോഹനുള്ളത്. വൈശാഖൻ സംവിധാനം ചെയ്യുന്ന ഇനി വരാനുള്ള പടമാണ്. ഞാൻ അരോ മോഹനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ പ്രമേയം പോലുള്ളൊരു സിനിമയിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ വളരെ അഭിമാനത്തോടെ കാണുന്നു ദിനേശ്. അത്രയും ടെക്നിക്കലി പെർഫെക്ഷനിൽ ഓരോ ഷോട്ടും ഓരോ സീനും എടുക്കാൻ എല്ലാ ക്രൂവിനെയും കൂട്ടി ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ നടന്ന ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിമാണ് പ്രമേയം എന്നാണ് അരോ മോഹൻ എന്നോട് പറഞ്ഞത്. ഞാൻ 2 തവണ അരോ മോഹനെ വിളിച്ച് ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് വീണ്ടും ഒരു സംശയം വരുന്നത്. അപ്പോൾ വീണ്ടും വിളിക്കും. അങ്ങനെ 2 തവണ ഞാൻ വിളിച്ചു, 1 തവണ മോഹൻ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ സിനിമയുടെ വർക്ക് എന്നാണ് എൻ്റെ പറഞ്ഞത്. 57 ദിവസം പോയത് അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ എനിക്ക് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ തോന്നിയൊരു കാര്യം, ഈ സിനിമയിലെ നായകൻ ആര് എന്നുള്ളതായിരുന്നു. വേണമെങ്കിൽ വാദത്തിന് നമുക്ക് പറയാം അത് കൃഷ്ണൻപോറ്റി തന്നെ എന്ന് പറയാം. അർജുൻ അശോകൻ്റെ പാണൻ, സിദ്ധാർത്ഥ് ഭരതൻ്റെ കുശിനിക്കാരൻ, മണികണ്ഠൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഉമ്മയും വാങ്ങിച്ചോണ്ട് വടയക്ഷീരെ ഒരു ഉമ്മ വാങ്ങിച്ച് അതോടെ തീർന്നു. ഒരു സീനേ ഉള്ളൂ. ഇതിൽ ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ആസിഫ് അലി ആയിരുന്നു അർജുൻ അശോക് ചെയ്തിരുന്ന വേഷം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ആസിഫ് അലി അതിൽ നിന്ന് മാറി. അത് മാറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഈ സംവിധായകനൊന്നും പരിചയമില്ല. അരോ മോഹനോട് അത്തരം ഗോസിപ്പുകൾ ഞാൻ ചോദിക്കുകയില്ല. നമ്മളങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. അർജുൻ അശോകൻ വന്നത് നന്നായി എന്ന് ഞാൻ പറയും. കാരണം ഈ സിനിമയിൽ മനോഹരമായി പെർഫോം ചെയ്തിരിക്കുന്നത് അർജുൻ അശോകനാണ്. എന്ത് രസമാണ്! ഒന്നാമത് അയാളുടെ ആ പവർഫുള്ളായ കണ്ണ്, അയാളുടെ നിസ്സംഗത, അതുപോലെ ഗ്ലാമറൊന്നും നോക്കാതെ മുടി പറ്റ വെട്ടിയിട്ട് അല്പം ഒരു കൂനലോടുകൂടി അയാൾ നടക്കുന്നതൊക്കെ ഭയങ്കര രസമായിട്ട് ആ ഒരു കണ്ടിന്യൂറ്റി അയാൾ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി ഇതേപോലെ ഏതൊക്കെയോ സിനിമാക്കാരെ വർഷങ്ങളോളം നടത്തി ഒഴിയുന്ന കഥകൾ നിരവധി കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ശരത്ചന്ദ്രൻ വയനാട് അയാൾ ഒരു കഥ പറഞ്ഞു, കഥ കേട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടാ ഓക്കെ ചേട്ടാ നമുക്ക് ചെയ്യാം ചേട്ടാ, മറ്റേ ചേട്ടാ മറിച്ച ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കിയിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്കൊന്ന് തിരക്കഥ തരുമോ വായിക്കാൻ എന്ന് ചോദിച്ചു. അയാൾ തിരക്കഥ കൊണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. എന്ത് പറ്റിയെന്ന് കേട്ടാൽ അയാൾ ചെയ്യുന്നില്ല എന്നുള്ള പോട്ടെ, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ആ സ്ക്രിപ്റ്റ് തിരിച്ചു കൊടുക്കാനുള്ള മര്യാദ പോലും ആസിഫ് അലി കാണിച്ചില്ല. എന്നോട് ശരത്ചന്ദ്രൻ വയനാട് പറഞ്ഞത്, വയനാട്ടിൽ എവിടെയെങ്കിലും ആസിഫ് അലി അഭിനയിക്കാൻ വരുമെങ്കിൽ ആദ്യത്തെ ഷോട്ട് എടുക്കണമെങ്കിൽ എൻ്റെ സ്ക്രിപ്റ്റ് തരേണ്ടി വരും. കാരണം ഞാൻ ക്യാമറയുടെ മുന്നിൽ കയറി നിൽക്കും. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ എൻ്റെ സ്ക്രിപ്റ്റ് തരാതെ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല എന്നാണ് എന്നോട് ശരത്ചന്ദ്രൻ വയനാട് പറഞ്ഞത്. അതുപോലെ എൻ്റെ സുഹൃത്തായ ഫാസിൽ കാട്ടുങ്കലടക്കം ഒരുപാട് പേരോട് ഇത്തരം ഡേറ്റ് കളികൾ ആസിഫ് അലി വിജയകരമായി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. എന്തായാലും ഞാൻ പറയും, ഈ സിനിമയിൽ നിന്ന് ആസിഫ് അലി മാറിയത് നന്നായി. ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് മാറിയതായാലും ശരി, ഡേറ്റ് ഉള്ളതുകൊണ്ട് മാറിയതായാലും ശരി, അർജുൻ അശോകനാണ് 100% ആ വേഷത്തിന് കറക്റ്റെന്ന് ഞാൻ പറയും. ഉർവശി ശാപം ഉപകാരം എന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ ആസിഫ് അലിക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ 100 ഇരട്ടി മനോഹരമായി അർജുൻ അശോക് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഗ്ലാമറിൻ്റെ പിൻബലമൊന്നും ചിന്തിക്കാതെ കുറ്റിമുടിയുമായി ഉണ്ട കണ്ണുമായിട്ട് അർജുൻ കസറി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ പടം തുടങ്ങുന്നതും പടം അവസാനിക്കുന്നതും അർജുൻ അശോകൻ്റെ മുഖത്താണ്. രോമാഞ്ചം ഇപ്പോഴും എനിക്ക് ആലോചിച്ച ചിരി വരും. ഈ പയ്യൻ്റെ അർജുൻ അശോകൻ്റെ ചിരി, അതിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ഒരു ചിരിയുണ്ട്.
രോമാഞ്ചമടക്കം അർജുൻ അശോക് നിരവധി നല്ല വേഷങ്ങൾ ഇതുവരെ ചെയ്തു കഴിഞ്ഞു. പ്രമേയുഗത്തിലെ പെർഫോമൻസ് കൂടുതൽ തിരക്കുള്ള അഭിനേതാകാനുള്ള അവസരം തീർച്ചയായിട്ടും നൽകും. ഈ നടനെ അങ്ങനെ വളർത്തിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല നടനായിരിക്കും. അപ്പോൾ സിനിമ കണ്ടിറങ്ങി അർജുൻ അശോകൻ്റെ അച്ഛൻ ഹർഷി അശോകൻ പടം കണ്ടിറങ്ങിയിട്ട് ആ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്തെ സന്തോഷം കാണണം. അദ്ദേഹം മകനെ പറ്റി മാത്രമായിട്ട് പറഞ്ഞില്ല, അദ്ദേഹം പടത്തിൻ്റെ മനോഹാരിതയെ പറ്റിയാണ് സംസാരിച്ചത്. പക്ഷേ ഒരച്ഛൻ എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ കോമഡി വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന ഒരു നടൻ്റെ മകൻ ഒരു സിനിമയുടെ ആദ്യമധ്യാന്തം വരുന്നൊരു വേഷം മനോഹരമായി ചെയ്തിരിക്കുന്ന കണ്ടിട്ട് അച്ഛൻ്റെ ഒരു സംതൃപ്തി കാണണം. 100% നമ്മൾ അർഹിക്കുന്ന എന്താ പറയുക പ്രോത്സാഹനം നൽകേണ്ട രീതിയിൽ തന്നെയാണ് അർജുൻ അശോക് ആ വേഷം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നടനാകാൻ വേണ്ടിയാണല്ലോ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ വന്നിട്ട് പിന്നെ അദ്ദേഹം സംവിധായകനായി മാറി ഇടയ്ക്കിടയ്ക്ക് ചില വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. എനിക്ക് ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് ഭരതേട്ടനേക്കാൾ KPS ലളിത ചേച്ചിയുമായിട്ടാണ് സിദ്ധാർത്ഥിൻ്റെ ജീനിന് കടപ്പാടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ആദ്യമധ്യാന്തമുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് പടം തുടങ്ങുന്ന മുതൽ ഏതാണ്ട് ഒരു 80% വരെ എത്തുന്നതുവരെയും അയാളൊരു നിസ്സംഗനാണ്. വേണമെങ്കിൽ നമുക്ക് അയാളുടെ ക്യാരക്ടറിൻ്റെ ഡയലോഗ് ഡെലിവറിയൊക്കെ എന്തൊരു എഴച്ചില്ലെന്നൊക്കെ പറയാം. പക്ഷേ ഒരു 80% കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അയാൾ എന്തിനാണ് അങ്ങനെ സംസാരിച്ച് നടക്കുന്നതെന്ന്. മനോഹരമായി സിദ്ധാർത്ഥ് ഭരതൻ ചെയ്ത വേഷമാണത്. ഭാസ്കര പട്ടേലയുടെ മുന്നിൽ, വിധേയൻ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ഭാസ്കര പട്ടേലയുടെ മുന്നിൽ വീണ തൊമ്മിയെപ്പോലെ കുടമൺ പോറ്റിയുടെ മുന്നിൽ എല്ലാം കരുതി വച്ച് നിസ്സംഗനായി ജീവിക്കുന്ന കുശിനിക്കാരനായ സിദ്ധാർത്ഥ് ഭരതൻ്റെ വേഷം അഭിനന്ദനീയമായി തന്നെ അദ്ദേഹം ചെയ്തു. ഞാൻ അപ്പോൾ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മമ്മൂക്കയുടെ കൂടെ കാലാകാലങ്ങളിൽ ഒരു ഗ്യാങ് നടക്കുമല്ലോ എർത്തുകളായിട്ട്, വെറുതെ ഫ്ലഗുകളെന്നൊക്കെ പറയുന്ന പോലെ. അതിലെ ഒരുത്തനെയും ഈ പടത്തിൽ കാസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം സംവിധായകൻ ഞാൻ ചെയ്യുന്ന പടത്തിൽ ഇന്ന ആളുകളാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ മമ്മൂക്ക പറഞ്ഞാണ് ശരി എന്ന് പറയുന്നത്. അല്ല എൻ്റെ കൂടെ നടക്കുന്ന ആ എർത്തിനൊന്ന് കൊടുക്കുന്ന ഒരു വേഷം, മറ്റേ പ്ലഗ് മറ്റന്നാൾ വരും, ആ പ്ലഗിനൊരു വേഷം, അതിൽ വേറെ വേഷമൊന്നും ഇല്ല, ആകെ 4 അല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും കൊടുക്കാത്തത്. എന്തായാലും എർത്തുകൾക്കായി പറയാവുന്ന കൂതറ സിനിമകളിലെ ശുപാർശ ചെയ്യാവും. അവർക്ക് എത്രയോ സിനിമകൾ നമുക്ക് കൂതറ സിനിമകൾ ചെയ്യുന്നുണ്ട്, അതിലൊക്കെ വേണം അവരെ ശുപാർശ ചെയ്യാൻ എന്ന് ഞാൻ പറയുന്നു. എന്തായാലും ഭ്രമയുഗത്തിലെ ക്യാരക്ടർ നിർണയം 100% കൃത്യതയോടെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, അതിൽ ആ വടയക്ഷിയായിട്ട് വരുന്ന ആ ഹിന്ദി നടിയുമായിട്ടുള്ളൊരു കാമകേളിയുണ്ട്. അതിൽ പെൺനടികളുമായിട്ട് അത്രയധികം മിങ്കിൾ ചെയ്ത് അഭിനയിക്കുന്ന ആളല്ല മമ്മൂക്ക. ഇപ്പം മോഹൻലാലൊക്കെ ചെയ്യുന്ന പോലെയൊന്നും മുട്ടിയുരുമി അഭിനയിക്കാൻ തയ്യാറാകാത്ത നടനാണ് തുടക്കം മുതലേ. പക്ഷേ ഈ സിനിമയിൽ ഞാൻ ആലോചിച്ചത് ഒരൊറ്റ മുണ്ട് മാത്രം എടുത്തിട്ട്, ഒരു ഒറ്റ മുണ്ട് പോലെ എന്തോ ഒരു തുണി, എൻ്റെ സിന്ധു ചോദിച്ചാൽ അതെന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എനിക്കറിയില്ല, അത് അതിൻ്റെ കോസ്റ്റ്യൂമർക്കേ അറിയാവൂ. ഒരു പ്രത്യേകതരം മെറ്റീരിയലിലുള്ള ഒരു ഒറ്റ മുണ്ട് മാത്രം എടുത്താണ് ഈ പടത്തിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ പോയത്, ഞങ്ങളുടെ സുഹൃതം എന്ന് പറഞ്ഞൊരു പടത്തിൽ മുറപ്പെണ്ണായ കാമുകയായ ശാന്തി കൃഷ്ണ ഇയാൾക്ക് ഡ്രസ്സ് മാറാനായിട്ട് ഒരു ഉടുപ്പെടുത്ത് കൊടുക്കുന്ന ഒരു സീനുണ്ട്. അതിനിടയ്ക്ക് ഡയലോഗുണ്ട്. സത്യം അത് ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറയിലേക്ക് ബെയർ ബോഡി വരാതിരിക്കാൻ വേണ്ടി മമ്മൂക്ക കാണിച്ച അഭ്യാസം വേണം കാണാൻ. ഇനി നിങ്ങളൊന്നുകൂടെ കണ്ടു നോക്കുക പടം. അദ്ദേഹം അതിൽ ഉടുപ്പിടുന്ന ഷോട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻഭാഗം നെഞ്ചൊന്നും നമുക്ക് കാണാൻ കഴിയില്ല, അത്രയും ബുദ്ധിപൂർവ്വമാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ക്യാരക്ടറുകൾ ചെയ്യുന്നത്. പക്ഷേ ബെയർ ബോഡിയായിട്ട് ഈ 73ാമത്തെ വയസ്സിൽ കൃഷ്ണപോറ്റിയായിട്ട് മമ്മൂക്ക ഇരിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഷോട്ടുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാക്ക് ഷോട്ടൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് രസമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം ആ ബോഡി സൂക്ഷിക്കുന്നത് എത്ര ശുദ്ധിയോടെ സൂക്ഷിക്കുന്നതെന്ന് പ്രമേയം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി. ഞാൻ പറയുന്നത് നമ്മുടെ മെറ്റീരിയൽ, ഒരു അഭിനേതാവിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അഭിനയമാണ്, അല്ല മുഖമാണ്, ശരീരമാണ്. ആ ശരീരത്തെ എത്ര പേര് എത്ര പെട്ടെന്ന് ഇല്ലാതാക്കി കളയുന്നു. അകാലത്തിൽ എത്ര പേര് പോയത് ഞാൻ വീണ്ടും പറയണ്ടല്ലോ. ഇപ്പം തന്നെ നിൽക്കുന്ന ചിലരെ കാണുമ്പോൾ, ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ ജോർജ് സാറിൻ്റെ 1-2 പടങ്ങൾ കണ്ടപ്പോൾ, പ്രധാന വേഷം ചെയ്യുന്ന ആൾ 10 മാസം ഗർഭിണിയെ പോലത്തെ വയറും വെള്ളം അടിച്ചൊക്കെ ഈ കവളൊക്കെ തൂങ്ങി, അങ്ങനെയൊന്നും നായകന്മാരാകരുത്. അവരൊക്കെ സത്യം പറഞ്ഞാൽ മമ്മൂക്കയെ കണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയില്ല, അദ്ദേഹത്തിനേക്കാൾ ഒരു 50% അദ്ദേഹം സൂക്ഷിക്കുന്നത് ഇവരൊക്കെ സൂക്ഷിക്കാൻ തയ്യാറായാൽ അവരുടെ ശരീരം നിലനിർത്താൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഒരു ബോൺ ആർട്ടിസ്റ്റ് അല്ല എന്ന് ജഗദീഷ് ശിവകുമാർ അടക്കം പലരും പറഞ്ഞിട്ടുണ്ട്.
അദ്ദേഹം ഒരു മോൾഡ് ആർട്ടിസ്റ്റാണ് എന്നാണ് പറയാറ്. ഭ്രമയുഗം കണ്ടു നോക്കണം. നിശ്ചയദാർഢ്യമുള്ള ആ പതിഞ്ഞ നടത്തം, അദ്ദേഹം നടക്കുന്ന കാണണം. വാക്കി സ്റ്റിക്കിൻ്റെ സഹായത്തോടെ നടക്കുന്ന ആ പതിഞ്ഞ നടത്തം. പാണൻ പാടുമ്പോൾ പോലും പോറ്റി ആസ്വദിക്കുന്നുവെന്ന് എന്നെ അനുഭവപ്പെടുത്തിയ ഒരു ബാക്ക് ഷോട്ടുണ്ട്, ഒരു സജഷൻ ഷോട്ടുണ്ട്. ഈ പടം കാണാൻ പോയിരുന്ന ഒരു സിനിമാക്കാരനായതുകൊണ്ടായിരിക്കും നമ്മളതൊക്കെ ശ്രദ്ധിക്കണേ. ഇദ്ദേഹത്തിൻ്റെ പോറ്റിയുടെ സജഷനിൽ പാണൻ പാടുന്ന ഒരു ഷോട്ടുണ്ട്. ഞാനത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അതിശയപ്പെടുത്തി എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് മുഖമില്ലല്ലോ, പുറകുവശമല്ലേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം കൊണ്ടു കിടക്കുന്ന ആ വടി കൊണ്ട് അദ്ദേഹം ആ പാട്ട് ആസ്വദിക്കുന്നതിൻ്റെ രംഗം നമുക്ക് കാലിൻ്റെ അടിയിൽ കൂടെ നോക്കിയാൽ കാണാം. ആ വടി ഇങ്ങനെ ആസ്വദിക്കുന്നത്, പാട്ട് ആസ്വദിക്കുന്നതിൻ്റെ താളം, ആ താളം തെറ്റാതെ അദ്ദേഹം തറയിൽ തട്ടുന്ന ഷോട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ ഒരിക്കൽ കൂടെ നിങ്ങൾ കണ്ടു നോക്കും. ഞാൻ എന്തായാലും ഒരിക്കൽ കൂടെ കാണും. അതിലൊക്കെ അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിക്കുകയായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ ബാക്കല്ലേ, അതുകൊണ്ട് ഞാൻ വടി പോലെ ഇരുന്ന് കൊടുത്താൽ മതി എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ അവിടെ പോലും ആ പാണൻ പാടുന്ന പാട്ടിൻ്റെ രാഗത്തിനനുസരിച്ച്, ട്യൂണിൻ്റെ അനുസരിച്ച് അദ്ദേഹം ആ വടി കൊണ്ട് നിലത്ത് താളം പിടിക്കുന്നതിൻ്റെ രസകരമായ, അത് സംവിധായകൻ പറഞ്ഞു കൊടുത്തിട്ടാണോ നമുക്ക് നേരിട്ട് ചെയ്തതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അഭിനന്ദനം അർഹിക്കുന്നതാണെന്ന് ഞാൻ പറയാം ആ ഷോട്ട്. ഇവിടെ എനിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം പറയാം. തിലകൻ ചേട്ടൻ അഭിനയിക്കുന്നൊരു പടം, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു അടുത്ത് മകൻ നിൽപ്പുണ്ട്. അപ്പോൾ ഭാര്യ മരിച്ചു കിടക്കുന്നത് നോക്കി വിഷമിച്ച് നിൽക്കുന്ന അച്ഛൻ, അമ്മ മരിച്ച് നോക്കി നിൽക്കുന്ന മകൻ. റിഹേഴ്സൽ സമയത്ത് എപ്പോഴും തിലകൻ ചേട്ടൻ മകനായിട്ട് അഭിനയിക്കുന്ന ആളിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ആസിഡ് കുടിച്ച പോലെ നിൽക്കണം, ഒരു എക്സ്പ്രഷനും ഇല്ല മുഖത്ത്. സഹി കിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ അമ്മയാണ് ഈ മരിച്ചു കിടക്കുന്നത്, നിങ്ങൾ മുഖത്ത് എന്തെങ്കിലും കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ എടുത്ത വായിലെ തിലകൻ ചേട്ടനോട് ആ മകനായി അഭിനയിച്ച നടൻ ചോദിച്ചത്, അതിന് ഡയലോഗൊന്നും ഇല്ലല്ലോ, ഡയലോഗ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഡയലോഗിൻ്റെ പച്ചയിലാണ് പലരും നിന്ന് പോകണം, അല്ലാതെ അവർക്ക് അഭിനയത്തിൻ്റെ ABCD അറിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. എൻ്റെ ഒരുപാട് പ്രാവശ്യം തിലകൻ ചേട്ടൻ ഇത് പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. കൊടുമൺ പോറ്റിയുടെ ചിരി ശരിക്കും നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു ഒന്നൊന്നര ചിരിയായിപ്പോയി എന്ന് പറയാം. കയ്യിൽ പതിയെ അമർത്തി ഞാൻ നോക്കുമ്പോൾ ഇത് ആരാ എൻ്റെ കയ്യിലിട്ട് അമർത്തുന്നു, ഞാൻ നോക്കുമ്പോൾ സിന്ധു അടുത്തിരുന്നിട്ട് കൊടുമൺ പോറ്റി ചിരിക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ കയ്യിൽ പിടിച്ച് ഞെക്കുക പേടിച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ ചിരി കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ എൻ്റെ പറയാം, അണ്ണാ ആ മമ്മൂക്ക ഇതെന്തോ അങ്ങനെ പല്ലൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെയാണ് വെച്ചേക്കണേ. ഞാൻ വീട്ടിൽ ചെന്നാൽ തന്നെ മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റായ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇതാണ് മമ്മൂട്ടി, അത് സിനിമ. അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൃഷ്ണൻ പോറ്റിയുടെ ചിരി കണ്ട് പേടിച്ചു പോയി എന്നുള്ളതാണ് സിദ്ധു. കാരണം മമ്മൂക്ക ഇങ്ങനെ ഒരു കൊലച്ചിരി ചിരിക്കുന്ന മാതിരി അതിൽ ചില ഷോട്ട്, ഒരു 3-4 സീനിൽ ചിരിക്കുന്ന ഷോട്ടുണ്ട്. ഒരു ഒന്നൊന്നര ചിരിയായിരുന്നു അതെന്ന് പറയാം. ശബ്ദം കൊണ്ടും പ്രകടനം കൊണ്ടും മമ്മൂക്ക അവിസ്മരണീയമാക്കി പ്രമേയുഗം എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ നമ്മൾ ഈ 3ാമത്തെ ഷോയ്ക്കൊക്കെ പാതിരാത്രിയൊക്കെ പോയി സിനിമ കാണാതിരിക്കുമ്പോഴേ ഒരു 25 വയസ്സിന് താഴെയുള്ള പിള്ളേരായിരിക്കും ഏറ്റവും കൂടുതൽ. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം കൂടെ മിങ്കിൾ ചെയ്ത് കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുന്ന കൂട്ടങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. ഇന്നലെ ഇരിക്കുന്നതും അവർ തന്നെ, എനിക്കൊന്ന് ഫാൻസുകാരും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാനൊരു അതിശയോക്തി ഇല്ലാതെ പറയുന്നു, ഒരു മൊട്ടുസൂചി നിലത്ത് വീണാൽ ശബ്ദം കേൾക്കാൻ പറ്റും നമുക്ക്. കാരണം അത്ര നിശബ്ദമായിരുന്നാണ് ഈ പടം കണ്ടത്. ഒരിടത്ത് പോലും ഒരു അപശബ്ദം ഉണ്ടായില്ല എന്നുള്ളതാണ്. കൂക്കുവിളിയോ കയ്യടിയോ പൊട്ടിച്ചിരിയോ ഒന്നുമില്ല. നിശബ്ദമായ അന്തരീക്ഷത്തിലിരുന്ന് ഭംഗിയായിട്ട് ആസ്വദിച്ച് സിനിമ കാണാൻ പറ്റി. കാരണം അങ്ങനെയാണ് പ്രമേയം എടുത്തു വച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും എന്താ പറയുക, അഭിനന്ദനം അർഹിക്കുന്നു എന്ന് ഞാൻ പറയും. ഇപ്പോഴും വേണമെങ്കിൽ ഞാൻ ഒരു പഴയ ഓർമ്മ പറയാം. ഇവിടുത്തെ ഒരു വലിയ സംവിധായകൻ്റെ ഒരു പ്രേതപ്പടം കാണാനായിട്ട് ഞാനും സിന്ധുവും വളരെ കൊച്ചായ എൻ്റെ മോനുമായിട്ട് പോയി. എനിക്കൊരു മോനന്ന് 2-3 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ പടം ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, രണ്ടാമത് ഇവരെ കാണിക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ അതിലൊരു പർട്ടിക്കുലർ സ്ഥലത്തെത്തുമ്പോൾ അതിലെ പ്രേതമായിട്ട് അഭിനയിക്കുന്ന മയൂരി എന്ന് പറഞ്ഞ നടി കറുത്ത പൂച്ചയായിട്ട് മാറുന്ന ഒരു രംഗമുണ്ട്. എനിക്ക് തോന്നി അങ്ങനെ പെട്ടെന്ന് മയൂരി മാറി കറുത്ത പൂച്ചയായി അത് ഞാവൂന്ന് കരയുമ്പോൾ എൻ്റെ മകൻ കരയും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ്റെ ആ പർട്ടിക്കുലർ സ്ഥലം എത്തിയപ്പോൾ ശ്രദ്ധയൊന്ന് മാറ്റാൻ ശ്രമിച്ചു. DTS ഒക്കെ അല്ലേ, ഒരു പ്രശ്നവുമില്ലാതെ അവൻ കൂളായിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ട് തിയേറ്ററിൽ മുഴുവൻ പേരും ഇങ്ങനെ മയൂരി പൂച്ചയാവുന്ന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യവൻ ഉച്ചത്തിൽ എൻ്റെ പറയുക, അച്ഛാ ആ മാമി പൂച്ചയായി. കോമഡി ആയിപ്പോയി അത്. ഇവിടെ പല പ്രേതപടങ്ങളും കോമഡിയാണല്ലോ, വെള്ള സാരിയും വെള്ള ജാക്കറ്റും ഒക്കെ ഇട്ട് കോമഡി ചെയ്യുന്നിടത്താണ് എന്താ പറയുക ഭ്രമയുഗം നമ്മളെ ഭ്രമിപ്പിക്കുന്നത് എന്ന് ഞാൻ പറയും. മനോജ് നൈറ്റ് ശ്യാമളൻ എന്ന് പറഞ്ഞൊരു മലയാളിയുണ്ട് ഹോളിവുഡിൽ.
അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു പടം ഞാൻ എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ തിയേറ്ററിൽ ശ്മശാന മൂകതയായിരുന്നു എന്ന് പറയാം. ഒരാളും ശ്വാസം വിടുന്നത് പോലും കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ പ്രമേഹത്തിന് പോലെയല്ല, ഒരു 50% തിയേറ്ററിൽ ശബ്ദമില്ല. ഇത് എന്താ പറയുക, അഭിനേതാക്കളും സംവിധായകനും സംഗീത സംവിധായകനും കലാസംവിധായകനും ഛായാഗ്രാഹകനും എല്ലാം കൂടി ഒരു പുതിയ ട്രെൻഡ് സെറ്റർ ഉണ്ടാക്കുന്ന സിനിമയായി മലയാളിക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന പടമാണ് പ്രമേഹം എന്ന് ഞാൻ പറയും. നിഷ്പക്ഷമായൊരു ജൂറിയാണ് അടുത്ത വർഷത്തെ അവാർഡ് നിർണ്ണയിക്കാൻ ഡൽഹിയിൽ വിളിച്ചു കൂട്ടുന്നതെങ്കിൽ ഈ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ അവാർഡുകളിൽ ഏതാണ്ട് എല്ലാ അവാർഡും ഈ സിനിമയ്ക്ക് നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതികേട്. അതേ ഞാൻ പറയുള്ളൂ. നിഷ്പക്ഷമായൊരു ജൂറിയാണ് കാണുന്നതെങ്കിൽ ഭ്രമയുഗം എന്ന് പറഞ്ഞ പടത്തിൻ്റെ മികച്ച സിനിമയാകട്ടെ, മികച്ച നടനാവട്ടെ, മികച്ച സ്വഭാവ നടനാവട്ടെ, മികച്ച ക്യാമറമാനാവട്ടെ, മികച്ച സംഗീത സംവിധായകനാവട്ടെ, മികച്ച കലാസംവിധായകനാവട്ടെ, എല്ലാം ഈ സിനിമ നേടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള ഒരു പടമെങ്കിലും, ഒരു വർഷത്തിൽ ഒരു പടമെങ്കിലും ഇത്തരം സിനിമ നിങ്ങൾ ചെയ്യണം. ഞാൻ മുമ്പ് ഒരുപാട് താങ്കളെ പറ്റി പരാതി പറഞ്ഞിട്ടുള്ള അതിനാണ്. ആ പരാതികളെല്ലാം ഞാൻ പിൻവലിക്കുന്നു. പ്രമേഹം ചെയ്തതുപോലെ പ്രേക്ഷക പ്രീതി നേടുന്ന നിലവാരമുള്ള ഒരു സിനിമയെങ്കിലും വർഷത്തിൽ ഒന്ന് ഒരു പരീക്ഷണം പോലെ താങ്കൾ നടത്തണം. അതിന് ഞങ്ങളെപ്പോലുള്ള കേരളത്തിലെ പ്രേക്ഷകർ പിന്തുണ നൽകും എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഇനിയും ഒരുപാട് കാലം കൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള വ്യത്യസ്തമായ ഒരുപാട് വേഷങ്ങൾ മലയാളിക്ക് നൽകാൻ കഴിഞ്ഞ് ഒരുപാട് കാലം മമ്മൂക്ക നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ. പൂർണ്ണ പിന്തുണ മലയാളിയുടെ ഉണ്ടാകും എന്ന് അങ്ങേ അറിയിച്ചുകൊണ്ട്, പ്രമേഹം കാണാൻ എന്താ പറയുക, പാതിരാത്രിക്ക് പോയിരുന്ന് കണ്ടിട്ട് പോലും 100% ആസ്വദിച്ച് കാണാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സംവിധായകനും നേരത്തെ പറഞ്ഞ എല്ലാ ടെക്നീഷ്യന്മാർക്കും എല്ലാ നടന്മാർക്കും, ആകെ 5 പേരല്ലേ ഉള്ളൂ, ആ 5 പേർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് പ്രമേഹം ഒരു വലിയ മലയാള സിനിമയ്ക്കുണ്ടാകുന്ന ഒരു ട്രെൻഡ് സെറ്ററായി, ഒരു മാറ്റത്തിൻ്റെ തുടക്കമായി മാറട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.